അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പല ക്ലാസ്സുകളും കേട്ട് അതിൻ്റെ ഒരു ലൈവ് സെഷനിലാണ് ഇപ്പോഴുള്ളത്. ഒരു പക്ഷേ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കേട്ടവർ ഇക്കൂട്ടത്തിലുണ്ടാവാം. ചില ഭാഗങ്ങളെങ്കിലും ഇനിയും കേൾക്കാൻ ബാക്കിയുള്ളവരും ഉണ്ടാവാം. ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുക എന്നുള്ള വലിയ ഒരു സൗഭാഗ്യത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്കെല്ലാം നമ്മുടെ ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള അറിവാക്കി ഈ പഠനത്തെ മാറ്റുകയും നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശ പറയുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഒരുപക്ഷെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ പല തരത്തിലായിരിക്കും പലരുടെയും ഒരു മാനസികാവസ്ഥ ഉണ്ടാകുക. ഞാനിതൊരു പ്രസംഗമല്ല, നമ്മളിതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പങ്കെടുത്തവർ ഇക്കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ ആദ്യമായി ക്ലാസ്സുകൾ കേൾക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ടാവാം. ഇതൊരു ഒരു പ്രൗഢഗംഭീരമായ ഒരു സംസാരമോ ഒന്നുമല്ല. വളരെ സിമ്പിളായി കുറച്ച് കാര്യങ്ങൾ, കുറേ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ഇരുത്തം കൊണ്ട്, ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കുക. നിങ്ങളിപ്പോൾ 8 ക്ലാസ്സുകൾ കേട്ടു, ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കുക. അതിനു മുമ്പ്, ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ആമുഖം പറയാണ്. ഒന്ന് രണ്ട് ആമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കോഴ്സിൻ്റെ 3ാമത്തെ ബാച്ചിലാണ് നമ്മളുള്ളത്. ആദ്യത്തെ ഒരു ബാച്ച് അൽഹംദുലില്ലാ ഇപ്പോൾ ഇന്ന് അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. 221 ആയത്തുകളായി 127 ക്ലാസ്സുകളിലൂടെ. അപ്പോൾ അത്രയും പഠിച്ച ആളുകൾ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു അക്കാദമിയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. 2ാമത്തെ ബാച്ചിൽ ഏകദേശം ഒരു 108 ആയത്തുകൾ ആയിട്ടുണ്ട്. 108 109 ആയത്തുകൾ 2ാമത്തെ ബാച്ചിലായിട്ടുണ്ട്. 3ാമത്തെ ബാച്ചിലാണ് നിങ്ങളുള്ളത്. നമ്മൾ തുടങ്ങുകയാണ്, 1ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അപ്പം അതിനു മുമ്പ് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ചില തിരിച്ചറിവുകളും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇരുത്തത്തിൽ തന്നെ എല്ലാവരും എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? റെഡി അല്ലേ? നിങ്ങൾക്ക് മൈക്ക് ഓണാക്കി തരണമെങ്കിൽ ഓണാക്കി തരും കേട്ടോ. എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇരിക്കുന്ന 51 ആളുകളുണ്ട്. ശരിക്കും തല്ല കേട്ടോ, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു, ലൈവിൽ കയറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ഡ്യൂട്ടിയിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പങ്കെടുക്കാൻ കഴിയാത്തത്. എന്തായിരുന്നാലും നമ്മളിപ്പോൾ നിങ്ങൾക്ക് ലൈവിലാണ് എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ടുള്ളത്. പകലാണ് പൊതുവേ നമ്മുടെ ക്ലാസ് ഉണ്ടാവാറുള്ളത്. പക്ഷേ പകൽ വെച്ച് കഴിഞ്ഞാൽ പല സഹോദരങ്ങൾക്കും പ്രയാസമാകും എന്നുള്ളത് കൊണ്ടാണ്
അവരെ കൂടി കിട്ടണം. ഈ പിന്നെ പകല് ഡ്യൂട്ടിയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉള്ള ആളുകളെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാറ്റഗറി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് അത് നിങ്ങൾ സ്വയം ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആദ്യം നമ്മളിങ്ങനെ രാമകം പറയണത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല കോഴ്സുകളിൽ പഠിച്ചവരായിരിക്കും. അതായത് ഏതെങ്കിലുമൊക്കെ പിന്നെ അക്കാദമിയുടെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒന്നുകിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഹിഫ്ള് പഠിച്ചിട്ടുണ്ടാകും, അതുമല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചവരായിരിക്കും. അങ്ങനെ ഒരു പിന്നെ കൃത്യമായൊരു ധാരണ അവർക്കുണ്ടാകും. ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനു മുമ്പ് പഠിച്ച് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന രൂപത്തിൽ നിർത്തിവെച്ചതാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ കോഴ്സിൽ തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെ ബാച്ചിലൊക്കെ ഉണ്ടായി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ ബാച്ചിലേക്ക് വന്നവരും ഒരു പക്ഷെ ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ വിഭാഗം. അഥവാ എവിടെയൊക്കെയോ എന്തൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എന്നാൽ അത് വഴിക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വന്നു. അതാണ് ഒരു വിഭാഗം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് സൂറത്തു ബക്കറയുടെ കാര്യത്തിലാട്ടോ പറയണത്. ബാക്കി ഏതൊക്കെയോ കോഴ്സല്ല, നമ്മളെല്ലാവരും പല കോഴ്സുകളും പഠിച്ചിട്ടുണ്ടാകും. സൂറത്തു ബക്കറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്ത് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഹിഫ്ള് പഠിച്ചു, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചു, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറി. അതാണ് ഒന്നാമത്തെ വിഭാഗം, മുമ്പ് പഠിച്ച ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പഠിച്ചു, പിന്നെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വേറെ സ്ഥാപനത്തിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഖിറാഅത്ത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ തെർജുമ എന്നുള്ള നിലക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ പേരായിട്ട് ഇങ്ങനെ ഓതി കൊടുക്കൽ മാത്രമായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിക്കൊണ്ട് ഫ്രഷേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിൽ ആദ്യമായി വന്ന ആളുകൾ. അവർ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു കോഴ്സിൽ അവർ ചേർന്നിട്ടില്ല. സൂറത്തു ബക്കറ പഠിക്കാനായിട്ട് അവർ കയറിയിട്ടില്ല. അവർക്കതിനെക്കുറിച്ച് വലിയ ധാരണകളില്ല. അതുപോലെ തന്നെ അവർ ആദ്യമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് കയറിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ മൂന്നിൽ നിങ്ങൾ ഏതിലാണെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ടൈപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ആകെ 1, 2, 3 ഇത്രേ ഉള്ളൂ. ഒന്നുകിൽ 1 ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, പഠിച്ചു പിന്നെ നിർത്തിപ്പോന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥാപനങ്ങൾ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ പഠിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇതും പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത് പിന്നെ ആദ്യമായി കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലേക്ക് ചേരുകയാണ്. ഓക്കെ, ഞാനൊന്ന് ഇങ്ങനെ എണ്ണി നോക്കട്ടെ കേട്ടോ. 3, 3, 3, 1, 3, 1, 1, 1, 1, 3, 1, 1, 3, 1. ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ പഠിച്ച ആൾക്കാർ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ബാക്കി എല്ലാ ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 1 അല്ലേ? ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയൊന്നുമല്ല. ഒരു ധാരണ കിട്ടുക, നമ്മൾ പഠിച്ച അത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അല്ലേ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മളെ ഒരു ചർച്ചയിലേക്ക് വരിക കേട്ടോ. ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഒരുപാട് ആശങ്കകളാണ് പലർക്കും ഉണ്ടാകുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിന്നെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് നടക്കില്ലേ, അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ കഴിയുമല്ലേ, എനിക്ക് പ്രായം കുറേ ആയിട്ടുണ്ടല്ലോ, ഇനി മനപ്പാടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഉച്ചാരണങ്ങൾ തെജ്വീദൊന്നും എനിക്ക് ഒരു ക്ലിയറും ഇല്ല, ഇപ്പോഴും ഐനും ഗൈനൊന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയൂല, ഒക്കെ തെറ്റായിരിക്കും എൻ്റെ ഉണ്ടാവുക, ഞാൻ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും, അപ്പോൾ എനിക്കിതൊക്കെ പഠിക്കാൻ കഴിയുമോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കുറേ ടെൻഷനുകളുള്ള ആളുകളാണ് ഈ കൂട്ടത്തിൽ. ഞാൻ എല്ലാവരോടും ആദ്യം പറയണത് അറിയോ, നിങ്ങൾ ആ ടെൻഷൻ എല്ലാം മാറ്റി വെച്ചോളൂ. എല്ലാം മാറ്റി വെച്ചോളൂ. എല്ലാം മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ബേജാറും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. വളരെ സിമ്പിളായിട്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം
ഈ ഒരു സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മുടെ ഒന്നാമത്തെ ബാച്ച് തുടങ്ങുമ്പോൾ ഏകദേശം 85 വയസ്സുള്ള ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ച ആളുകളുണ്ട്. നമ്മൾ ഏകദേശം 100 ആയത്ത് കഴിഞ്ഞ സമയത്ത് എല്ലാവരെയും കൊണ്ട് ഓതിപ്പിച്ചിരുന്നു, മനപ്പാടമാക്കിയോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. വളരെ സുന്ദരമായി ഓതി തന്ന ആളുകൾ ആ കൂട്ടത്തിലാണ്. ഒരിക്കലും എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 150ഉം 200ഉം പഠിച്ച ആളുകൾ ഉണ്ട്. ഒരു പക്ഷേ ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൽ 10 തെറ്റുകൾ മിനിമം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോ അതിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയണത്, ഓ അതിപ്പോ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയാ, അത് പിന്നെ നിങ്ങൾ നടത്തുന്നൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോഴ്സ് ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു കോഴ്സിൽ ഇപ്പോൾ ഓൾറെഡി ഒന്നാമത്തെ ബാച്ചിലാണ്. ഇപ്പം അതിൻ്റെ ആ ധൈര്യത്തിൽ ഞാൻ പറയണം, ആ ഒന്നാമത്തെ ബാച്ചിൻ്റെ ലൈവ് ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക, ഈ പറയണതൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ എത്ര കോൺഫിഡൻസിൽ ഞാൻ പറയാനുള്ള കാരണം, തീർച്ചയായും അത് കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ എടുത്തൊരു അനുഭവം പറയാം. ഇന്നത്തെ ആയത്തിൻ്റെ കാര്യത്തിലാണ് പറയണത്. ഇന്ന് നമ്മൾ എടുത്തത് 220, 221 ആയത്തുകളാണ്. 220 പിന്നെ യതീമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യസ്അലൂനക അനിൽ യതാമ എന്ന് തുടങ്ങുന്ന ആ ഒരു പിന്നെ ആ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ വേറാണ്. പിന്നെ അതിൽ യതീമുകളെ കുറിച്ചാണ് കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അതിന് ശേഷം വരുന്നത് നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് വലിയ ഒരായത്ത്, അത്യാവശ്യം വലിയൊരു ആയത്താണ്. അപ്പൊ ഈ 2 ആയത്ത് കൂടി ഏകദേശം ഒരു പിന്നെ പേജിന്റെ പകുതി ഉണ്ടാകും. ഒരു പേജിന്റെ പകുതിയോളം ഈ 2 ആയത്ത്. അപ്പൊ ഈ 2 ആയത്ത് നമ്മൾ ഓതിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അറിയാത്ത പദങ്ങൾ എന്ന് വെച്ചപ്പോൾ അതിൽ 1 2 പദങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാത്തതുള്ളൂ. ബാക്കി എല്ലാ പദങ്ങളും അവർക്കറിയാം. അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാം. ആ വാചകത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അർത്ഥം അറിയാം. ഇനി നമ്മളൊരു പേജ് മുഴുവൻ, ഇതിപ്പോൾ കുറച്ച് ടഫുള്ള ആയത്താണ് പറയണേ. ഇനി ബാക്കിയുള്ള പല ആയത്തുകൾ എത്തിക്കഴിഞ്ഞാൽ അതിലുള്ള ഒട്ടുമിക്കതും അറിയും. ഒട്ടുമിക്കതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വെക്കുക എന്നുള്ളത് തുടർന്ന് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വലിയ ഒരു ഉറപ്പ് നൽകുകയാണ്. ഇത് റെക്കോർഡാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പറയണത്. ഈ റെക്കോർഡ് ചെയ്ത ഈ ക്ലാസ് നമ്മൾ പറഞ്ഞ അതേ രൂപത്തിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യും. അതത്ര കോൺഫിഡൻസിൽ പറയണം. നിങ്ങൾ ഇതൊരു ക്ലോസ്ഡ് ക്ലാസ് ആണ്, ഒരു മീറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങളെല്ലാവരും നല്ല ബോധ്യത്തോടു കൂടിയാണ് എൻ്റെ സംസാരം കേൾക്കണതെന്നറിയാം. ഒരു പക്ഷേ ഒന്നാമത്തെ ബാച്ചിൽ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. നമ്മളെ പിന്നെ കോർഡിനേറ്ററെ പോലത്തെ ആളുകളൊക്കെ ഇതിലുണ്ട്. ഞാൻ അത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ചില നിബന്ധനകൾ, നിങ്ങൾ കോഴ്സിൽ ചേർന്ന് നിന്നിട്ട് ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാലൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞ അതേപോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ, നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ, തീർച്ചയായും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വളരെ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഏതൊരായത്ത്, ഖുറാനിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു പേജ് നിങ്ങൾ മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ അറിയാത്തത് 2 3 പദങ്ങൾ മാത്രമായിരിക്കും. ബാക്കിയെല്ലാം അറിയുന്നതായിരിക്കും. കാരണം അത്രയും, കാരണം ഇത് 2.5 ജുസുണ്ട് സൂറത്ത് ബഖറ എന്ന് പറഞ്ഞാൽ. 2.5 ജുസ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തിൽ പഠിക്കാൻ കഴിയും. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. ഓക്കെ, നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ആമുഖത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് പോകാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. നിർബന്ധമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകാം, നിങ്ങൾക്ക് പിന്നീടും ഉപകാരപ്പെടും എന്നുള്ള നിലക്കാണ് പറയണത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പിന്നെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടാകാണ്.
എന്താ ഈ പറയണേ? ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഈ ജോയിൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടല്ലേ കയറി ഇരിക്കണത് അല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഒരു പക്ഷേ ഉണ്ടാവാം. പക്ഷെ ഞാൻ അവിടെ വീണ്ടും പറയുന്നു, ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കേവലം ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എന്നാ ഒന്ന് കയറി നോക്കാം എന്ന ഉദ്ദേശത്തിലാകാൻ പാടില്ല. അങ്ങനെയല്ല. അല്ലെങ്കിൽ ആരോ നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്തു, ഇത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, നല്ല ക്ലാസ് അതാന്നൊക്കെ പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് വിചാരിച്ച് അവരുടെ ഒരു അവസ്ഥ നോക്കിയിട്ട് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെയും നമ്മുടെയും ജീവിത രീതിയും അവസ്ഥകളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് വെച്ചാൽ ഒരു നിരന്തരമായ ഒരു എന്താ പറയാ, ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എത്രയെന്ന് ചോദിച്ചാൽ, സൂറത്തു ബഖറ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തുള്ള, ഏറ്റവും വലിയ സൂറത്തായ, ഏറ്റവും മഹത്തരമായ ആയത്തുള്ള, ഇങ്ങനെ ഒരുപാട് ഫضലുകളുള്ള ഈ സൂറത്ത് ഇതെനിക്ക് മനഃപ്പാടമാക്കണം, ഇതെനിക്ക് പഠിക്കണം, ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കണം, ഇതിലെന്താണ് റബ്ബ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ ഒരു അറിവ് കിട്ടണം. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഓരോ ഭാഗം, ഓരോ ആയത്തെടുക്കുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പറയും. അപ്പം ഇന്ന് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, യത്തീമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ, എന്താണ് ഖംർ, അതിൻ്റെ ഒരു ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ആദ്യം ഖുർആൻ അതിനെ ഗണ്ണിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ ആയത്ത്, പിന്നെ എങ്ങനെയാണ് വന്നത്, അതിനുള്ള ചരിത്രങ്ങൾ എന്തായിരുന്നു, ഈ ആയത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. അതേപോലെ തന്നെ മൈസറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചൂതാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ. അതിനു മുമ്പുള്ള ആയത്തിൽ ഖിതാലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ പല വിഷയങ്ങൾ. ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ കുറേ അറിവുകളാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു സാധനം അതിൽ പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടണം, ആ ആയത്തിനോടനുബന്ധിച്ചുകൊണ്ട്, ആ ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു വെച്ചാൽ, ആ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത്, വിശ്വാസികളാരാണ്, മുനാഫിക്കളാരാണ്, കപടന്മാരാരാണ്, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ആദ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം, ആരായിരുന്നു ആദ നബി അലൈഹി സ്വലാം, മലക്കുകളാരാണ്, ഇങ്ങനെ വിശ്വാസപരമായ, കർമ്മപരമായ, സ്വഭാവ സംബന്ധമായിട്ടുള്ള, ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് പറയണത്, കേവലം ഒരു ആയത്തിങ്ങനെ ഓതി അർത്ഥം പറഞ്ഞു പോവുകയല്ല, ആ ആയത്തിൻ്റെ വിശദീകരണം കൃത്യമായും കണിശമായും അതിൻ്റെ ഓരോ എന്താണ് സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോകുക. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒന്നാമത്തെ വിഷയം നമുക്ക് അതിയായ ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ ഈ ആഗ്രഹം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ആവേശ കമ്മിറ്റിയാണ് പല ആൾക്കാരും. ആവേശ കമ്മിറ്റി മനസ്സിലായോ? അങ്ങനെ പറയണ, അന്ന് എനിക്ക് എന്തായാലും, എന്നാൽ ഞാൻ എന്തായാലും എന്ത് ചെയ്യട്ടെ, കയറട്ടെ എന്നറിയും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാം, ഏകദേശം നമ്മൾ 2018 മുതൽ നമ്മുടെ അക്കാദമി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് മുതലുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാം, കുറേ കാലമായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് പറയാം, ഈ കൂട്ടത്തിലുണ്ട് ആവേശ കമ്മിറ്റിക്കാരും. ആർക്കും എന്നോട് ദേഷ്യം തോന്നണ്ട. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ അവരുടെ ഒരു മെസ്സേജ് വരും എനിക്ക്. എന്താണെന്നറിയോ? വീട് മാറുകയാണ്, വീട് പണി തുടങ്ങിയിരിക്കുകയാണ്, മോളെ കല്യാണമാണ്, ഞങ്ങളുടെ നാട് മാറിപ്പോവുകയാണ്, ഇപ്പോൾ ഗൾഫിലാണ്, നാട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നാട്ടിലാണ് ഗൾഫിലേക്ക് പോവുകയാണ്. ഭർത്താവ് പറഞ്ഞു ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്കത് ഇങ്ങോട്ട് പഠിച്ചിട്ട് എത്തണില്ല. ഇങ്ങനെ കുറേ കാരണങ്ങൾ, ഒരു കാരണമല്ല, പല കാരണങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടാകുക. എല്ലാവർക്കും ഒരേ കാരണമല്ല, വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകാം. ഇപ്പം ഇതിലെന്താന്ന് വെച്ചാൽ, അങ്ങനെ ആദ്യമേ നിർത്തിപ്പോകണം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇപ്പോഴേ നിർത്തിക്കോളി എന്നാണ്. നിങ്ങൾ ഇപ്പോഴേ നിർത്തിക്കോളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യമില്ല. വളരെ ഓപ്പൺ ആയിട്ട്, കാരണം 2 ബാച്ച് ഇപ്പോൾ നടത്തിയത് 3ാമത്തെ ബാച്ച് ആയതുകൊണ്ടാണ് പറയണത്. അതിൽ നിന്നുള്ള ആ ഒരു തിരിച്ചറിവുകൾ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നിർത്തിക്കോളി, ഒരു പ്രശ്നമല്ല. നിങ്ങളെന്ത് ചെയ്യുക, ഇപ്പോൾ 8 ക്ലാസ്സല്ല അൽഹംദുലില്ലാ കഴിഞ്ഞു, അതോടുകൂടി ഒരു മാസം കഴിഞ്ഞു, ഇനി നമുക്ക് വേണ്ട, നിർത്താം. അതല്ല,
നിങ്ങൾക്കത് മുന്നോട്ട് പോകും എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ വീണ്ടും നമ്മൾ അതിപ്പോൾ പിന്നെ നമ്മൾ തീരുമാനിക്കണം എന്നല്ലല്ലോ, പടച്ചോൻ്റെ ഖദറില്ലേ, അതിനെ ഖദർ എന്ന് പറയാം. അതിനാണ് ഖദർ എന്ന് പറയാം. നമ്മൾ തീരുമാനിക്കാനുള്ള 100%ത്തിലേക്ക് പോവുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അവിടെയാണ് ഖദറിൻ്റെ ഇടപെടൽ. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും പെട്ടെന്ന് കാരണങ്ങൾ വന്നു, അത് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹിനെ ഏൽപ്പിക്കാം. റബ്ബ് എന്തെങ്കിലും ഒരു വഴി അതിന് കാണിച്ചു തരും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാം, നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെഡി ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് എന്തായാലും ഒരു വഴി കാണിച്ചു തരും. എന്തായാലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ ഈ ഒന്നാമത്തെ ബാച്ചിലുള്ള ഒരു സഹോദരി, ഞാൻ ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലിട്ട് ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ക്യാൻസർ പേഷ്യൻ്റാണ്. ക്യാൻസർ പേഷ്യൻ്റായ ഒരാൾ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ബാച്ചിൽ പഠിച്ചു എന്ന് മാത്രമല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 100 ആയത്ത് വന്ന സമയത്ത് 100 ആയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കുള്ള ഡേറ്റ് നാളെയാണെങ്കിൽ അവർ മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് തന്നെ ഇന്നെ ചൊല്ലിപ്പിക്കണം, നാളെ എനിക്ക് പറ്റൂല. അപ്പം നമ്മളൊരു ടൈം കൊടുത്ത് ആ ടൈമിലാണ് ചൊല്ലേണ്ടതെന്ന് പറയാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം എന്താണെന്നറിയോ, നാളെ എനിക്ക് കീമോ ചെയ്യാൻ വേണ്ടി പോകണം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വായിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, നൊരയും പതയൊക്കെ ഇങ്ങനെ വരും, തുപ്പലിങ്ങനെ വന്ന് നിൽക്കും, നാവ് കുഴയുന്നൊരവസ്ഥ ഉണ്ടാകും, സംസാരിക്കുമ്പോൾ ക്ലിയർ ആവില്ല, ഉച്ചാരണങ്ങൾ ക്ലിയർ ആവില്ല. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ഓതുക എന്നുള്ളത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇന്ന് തരണം. ആ പിന്നെ ആളിപ്പോഴും നമ്മുടെ അക്കാദമിയിലുണ്ട്, ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ അസുഖം പരിപൂർണമായ ശമനം കൊടുക്കുമാറാവട്ടെ. അത് ഒരാളല്ല കേട്ടോ, ഒന്നിലധികം ആളുകൾ, പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഖുർആൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അതിയായ ആഗ്രഹത്തിൽ അതിലൂടെ സമാധാനം കണ്ടെത്തുന്ന ആളുകളാകാണ് നമ്മൾ വേണ്ടത്. ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ ഇഹലോകവും പരലോകവും ഹൈറാവണം. അള്ള വാക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ, അള്ള പറഞ്ഞതുപോലെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മഖ്റജ് നൽകുന്ന ഒരു വഴി തരും. മഖ്റജ. ആരാണോ അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണേ, അള്ള പറഞ്ഞ പോലെ ജീവിക്കണോ, അള്ള നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ അള്ള പറഞ്ഞതാണ് ഖുർആൻ പഠിക്കാൻ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അള്ളാന്റെ ഒന്നാമത്തെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടേറെ വാചകങ്ങളുണ്ട്, നിങ്ങൾ ഖുർആൻ പഠിക്കണേ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഖുർആനിന്റെ ആളുകളാവണേ, എന്തെല്ലാം ആയത്തുകൾ, എന്തെല്ലാം ഹദീസുകൾ. അള്ള പറഞ്ഞ പോലെ നിൽക്കുകയാണോ, അള്ള ഒരു വഴി കാണിച്ചു തരും, എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. ഒരിക്കലും നമുക്ക് നിർത്തിപ്പോകേണ്ടി വരുന്ന, ഇട്ടേച്ചു പോകേണ്ട ഒരു അവസ്ഥ റബ്ബ് വരുത്തൂല. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് മാത്രം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിർത്തിപ്പോകണം എന്ന് ആദ്യം, ഇതൊന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അകന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, കോഴ്സിൻ്റെ അതിൽ ഇപ്പോഴും കയറാത്ത മനുഷ്യന്മാർ, ഇപ്പോഴും കയറിയിട്ടില്ല അവർ. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, 8 ക്ലാസ്സുകളായി, ഒരു പക്ഷേ ഒരു 2-3 ആഴ്ചയായി, അല്ലെങ്കിൽ ഒരു മാസത്തോളമായി ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ട്, ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് കേൾക്കാത്ത ആളുകൾ. അവരെങ്ങനെയാണ് 100 ചില്ലാനും പിന്നെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണോ എന്ന് നമ്മൾ പരിശോധിക്കാം. സൂറത്തു ബക്കറ പഠിക്കുക എന്നുള്ളത്, നമ്മൾ പിന്നെ അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നുള്ളത്, ഇത് മനഃപ്പാഠമാക്കുക എന്നുള്ളത്, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായ റബ്ബിനെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത്. അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ സ്വയം ആലോചിക്കുക, റബ്ബേ ഇതിൻ്റെ ഒരു ആഗ്രഹം ഇത് ആത്മാർത്ഥം തന്നെയാണോ, അതല്ല ഒരു പേരിന് മാത്രമാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ സ്വയം പരിശോധിക്കുക. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാവും. നിരന്തരമായ പ്രാർത്ഥന. ഞാനൊക്കെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ശരി. എന്നാൽ ഇന്ന് ഒറ്റ, വേറൊന്നും വേണ്ട, ഇന്നത്തെ ഒറ്റ ദിവസം വെച്ചിട്ട് പറയണം, ഇന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബേ ഞാനിപ്പോൾ ഒരു കോഴ്സിന് ഇങ്ങനെ ചേർന്നിട്ടുണ്ട്, എനിക്കത് എളുപ്പമാക്കി തരണേ, എനിക്ക് മനഃപ്പാഠമാക്കിയാൽ അത് ഓർമ്മയിൽ നിൽക്കണേ, ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് പഠിക്കാൻ പറ്റണേ, ഇതിലെ ആയത്തുകളൊക്കെ എനിക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാൻ കഴിയണേ,
ഉച്ചാരണ ശുദ്ധിയോടുകൂടി എനിക്ക് ഓതാൻ പറ്റണേ എന്നിങ്ങനെ ഒരൊറ്റ തവണയെങ്കിലും ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ചവരാണോ നമ്മൾ എന്നെന്ത് ചെയ്യുക? നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. ഇവിടെ മെസ്സേജ് ഒന്നും വേണ്ട, ടൈപ്പ് ചെയ്യൊന്നും ഒന്നും വേണ്ട, നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക. ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? നമ്മുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ നിരന്തരമായി നടത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രാർത്ഥനകൾ നോക്കിക്കഴിഞ്ഞാൽ വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അതേതാ? സമ്പത്താണോ? അല്ല. സൗന്ദര്യമാണോ? അല്ല. അധികാരമാണോ? അല്ല. പിന്നെ വേറെന്താ പറഞ്ഞേ? റബ്ബി സിദ്നി ഇൽമ. റബ്ബേ, ഇൽമ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ. അല്ലെങ്കിൽ റബ്ബി സിദ്ന ഇൽമ, ഞങ്ങൾക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണേ. വർദ്ധിപ്പിച്ചതാ. അല്ലെ, ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെങ്ങനെ വെച്ച് നോക്കുമ്പോൾ, ഓർക്കാർക്കും ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാലോ, അപ്പൊ ഞാൻ മെച്ച അല്ലെ? നമുക്ക് ഖുർആൻ ഓതാൻ അറിയും എന്നതൊരു മെച്ചം തന്നെയാണ്, ശരിയാണ്. പക്ഷേ നല്ല അറിവുള്ള ഒരാളുടെ മുന്നിൽ ഓതുകയാണെങ്കിലോ, കൃത്യമായിക്കൊണ്ട് അതിൻ്റെ മഖ്റജുകൾ ഉച്ചരിച്ചുകൊണ്ട് ഓതാൻ നമുക്ക് കഴിയോ? ഇനി അങ്ങനെ ഓതുകയാണെങ്കിൽ തന്നെ എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്കറിയാം. ആ ഒരു ആയത്ത് ഓതുന്ന സമയത്ത് ഇത് ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്, ഇതിൻ്റെ ഒരു തഫ്സീർ, ഒരു വിശദീകരണം എന്താണ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളിൽ എത്ര ആളുകളിലുണ്ട് എന്ന് എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു അറിവ് നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അവിടെയാണ് നമ്മൾ ഈ ഒരു ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഠനം മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിരന്തരമായ പ്രാർത്ഥന നമ്മൾ നടത്തുക, ഒരു പഠനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. മൂന്നാമത്തെ എന്താണെന്നറിയോ? നമ്മുടെ സന്നദ്ധരാകുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ വിഷയത്തിലൊരു സന്നദ്ധത നമുക്ക് ഉണ്ടാവണം. എന്താ ഈ സന്നദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? എടുത്തു. നമ്മളിങ്ങനെ ഒരു മെസ്സേജ് കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടു, നമ്മളത് വേഗം കോൺടാക്ട് ചെയ്ത് എനിക്കതിലൊരു അഡ്മിഷൻ വേണമെന്നാണ്. അഡ്മിഷൻ എടുത്ത ആൾക്കാർ മാത്രം അപ്പോൾ ഇതിലുള്ളത്. നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് വേറെ ചില ക്ലാസ്സുകൾ വരുന്ന സമയത്ത് എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് കിട്ടാറുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രമാണ്, ക്ലോസ്ഡ് ആണ്, നമ്മുടെ ആ ഗ്രൂപ്പിലെ മെമ്പർമാരായ ആളുകൾക്ക് മാത്രം. എങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി, സന്നദ്ധത എന്നുള്ള നിലക്ക് നമ്മൾ ഇത് ജോയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ എന്താ? ഒരു ഗ്രൂപ്പിൽ അംഗമായി എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട്, ഖുർആൻ അവിടെ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കത് ബ്ലൂടൂത്ത് വഴി കയറുമോ? ഇല്ല. നമ്മൾ കിടക്കുന്ന ഭാഗത്ത് ഖുർആൻ വെച്ചാൽ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഫോണിൽ ഖുർആൻ ഉള്ളത് കൊണ്ടോ തഫ്സീർ ഉള്ളത് കൊണ്ടോ നമുക്കതിൻ്റെ മെമ്മറിയിൽ കയറുമോ? നമ്മുടെ മെമ്മറി കയറൂല, അതിൻ്റെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രൂപ്പിൽ അംഗമാകുക എന്നതല്ല, അതൊരു സ്റ്റെപ്പ് മാത്രമാണ്. മറിച്ച് അതിനപ്പുറത്തേക്കുള്ള സ്റ്റെപ്പുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അവിടെ ഒരു ലിങ്ക് അയക്കുന്ന സമയത്ത് കൃത്യമായി കണിശമായി അത് നമ്മൾ മുന്നോട്ട് പോകാനുണ്ടാവും. പഠിക്കാനായിട്ട് അത് കൃത്യമായിട്ട് ടൈമിൻ്റെ ഉള്ളിൽ കേൾക്കണം. ഞാൻ വീണ്ടും പറയുന്നു, 3 ദിവസമാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാകുക. ഇപ്പോഴത്തെ അത് 8 ക്ലാസ്സുകൾ നമ്മളങ്ങനെ ടൈം ഇപ്പോഴും തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ആളുകൾ കയറുമ്പോൾ അവർ കൂടി കേട്ടോട്ടെ എന്നുള്ള നിലക്കാണ്. എന്നാൽ അത് എല്ലാ ക്ലാസ്സിലും ഉണ്ടാവില്ല. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3 ദിവസമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. 3 ദിവസം. 3 ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാകും. 1 മണിക്കൂറാണ് അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് നമ്മളെ ക്ലാസ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പിന്നെ നിങ്ങളുടെ കോർഡിനേറ്റർ അയച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ സ്ലൈഡുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ 3 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് കേട്ട് തീർത്താൽ മതി. ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ വെച്ചാൽ 24 മണിക്കൂർ കൊണ്ട് കേൾക്കണം എന്നായിരുന്നു. പിന്നെ നമ്മൾ മാറ്റിയിട്ട് 2 ദിവസമാക്കി, പിന്നെ അത് 3 ദിവസമാക്കി. ഇനി അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ,
അതല്ലെങ്കിൽ നമ്മക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പിന്നെ കേൾക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ കേൾക്കാനുണ്ടാവില്ല. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഇപ്പം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പല പരിപാടിക്ക് പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ പ്രസംഗങ്ങളുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ പിന്നെ കേൾക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴും കേട്ടിട്ടില്ല. നമ്മൾ അന്ന് ഏതോ ഒരു പരിപാടിക്ക് പോയ സമയത്ത് അന്ന് കുറച്ച് തിരക്കപ്പെട്ടുണ്ടെന്ന തൽക്കാലം എന്ത് ചെയ്ത് കേട്ട് ഇവിടെ റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാ. ചിലത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം 8 മാസം 10 മാസമൊക്കെ ആയി. പിന്നെ നമ്മളെന്താ ചെയ്യാന്നറിയോ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഹാങ് ആകാൻ തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ കുറേ ഫയലുകൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിലിപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ ഇതൊന്നും ആവശ്യമില്ല, അവിടെ ഡിലീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു എന്നല്ലാതെ നമ്മളത് കേട്ടില്ല, ഒരു തവണ പോലും കേട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളോട് പറയാണ് അത് 2 ദിവസം കൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞാലോ? അപ്പം നമ്മൾ എന്തായാലും സമയമുണ്ടാക്കി കേൾക്കും. നേരെ ശ്രദ്ധിച്ചോ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ, ഏകദേശം 2 മണിക്കൂർ, 168 മണിക്കൂറിൽ 2 മണിക്കൂറാണ് നമ്മൾ മാറ്റി വെക്കേണ്ടി വരിക. അല്ലെങ്കിൽ മാക്സിമം എല്ലാം കൂടി എഴുതാനും ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ. ബാക്കി 165 മണിക്കൂർ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു 3 മണിക്കൂർ മാക്സിമം ആട്ടോ, ഞാൻ 3 മണിക്കൂർ പറയണത്, മാക്സിമം 3 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിബന്ധന വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് തുറന്നു ഇതിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അത് തുറന്നു വെച്ചു അല്ലെങ്കിൽ അത് അടച്ചു വെച്ചു, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ക്ലാസ് എടുക്കുമ്പോഴാണ് നമുക്ക് പ്രയാസമുള്ളൂ. ഇത് പ്രൈവറ്റ് മോഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പബ്ലിക് മോഡിലേക്ക് മാറ്റുക ഒന്നുമില്ല. പക്ഷെ ഇതൊരു കോഴ്സായിട്ട് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിനൊരു കണിശത ഉണ്ടാകുക, അതിനൊരു കൃത്യത ഉണ്ടാകുക, അതിനൊരു ടൈം ഉണ്ടാകുക, ഒരു ടൈമിംഗ് ഉണ്ടാകുക, എല്ലാം വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ ഒരു 3 ദിവസത്തെ ടൈം വെക്കുന്നത്. എന്നാൽ മനുഷ്യനാണ്, ഒരാൾ രോഗിയായി, അയാൾ ഒരു മാസക്കാലം ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ ഒരാഴ്ചയോളം അയാൾക്ക് തല പൊക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്, അയാളോട് നിങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും മനുഷ്യത്തല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല കോഴ്സുകളോടും പല നടത്തുന്നുണ്ടാവും. അപ്പം ഇപ്പോൾ ഓതി തന്നിട്ടില്ല, ഇപ്പം നിങ്ങൾ പുറത്താക്കും. അല്ല, അങ്ങനത്തെ ടീമുകളുണ്ട്. ഇന്ന് ഓതി തന്നിട്ടില്ലേ നാളെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ്. അങ്ങനത്തെ ഒരു കണിശത നമ്മളിലില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്ന മനുഷ്യന്മാരനെ നമ്മൾ. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണെന്നുള്ളത് കൊണ്ട് തന്നെ പറയുമ്പോൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് എപ്പോഴും ഓരോ കാരണങ്ങൾ പറയുകയാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓരോ കാരണങ്ങൾ, എന്നും ഓരോ കാരണങ്ങൾ, എപ്പോഴും ഞാൻ കേട്ടിട്ടില്ല, എനിക്കൊന്നും കൂടി തുറന്നു തരുമോ, എനിക്കൊന്നും കൂടി അയച്ചു തരുമോ, അത് നമുക്ക് എന്ത് ചെയ്യും, പ്രയാസകരമാകും. അപ്പം എന്താ ഉണ്ടാകുക എന്നറിയോ? ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഒരു സന്നദ്ധത എന്നുള്ള വിഷയമാണല്ലോ ഇപ്പോൾ നമ്മൾ പറയണത്. ഈ സന്നദ്ധത മുഴുവനായിട്ടില്ലാത്ത ആളുകൾ ഇന്ന് കേൾക്കേണ്ടത് അത് നാളെ കേൾക്കാമെന്ന് വിചാരിക്കും. നാളെ വിചാരിക്കും എന്തായാലും ഇപ്പം ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, മറ്റന്നാൾ എന്തായാലും സമയമുണ്ട്, മറ്റന്നാൾ കേൾക്കാം. അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കെട്ടിക്കുടുക്ക് വീണു, എന്തൊക്കെയോ ഒരു തിരക്കപ്പെട്ടു, പിന്നെ അടുത്തതായി. അപ്പോൾ ഒരു ക്ലാസ് നമുക്ക് മിസ്സായി, 4ാമത്തെ ദിവസമായി, അപ്പോൾ ഒരു ക്ലാസ് മിസ്സായി. അപ്പോൾ നമ്മളെന്ത് ചോദിച്ചാൽ അത് കിട്ടുമോ നോക്കും. അപ്പോൾ അതില്ല, എന്നാൽ പിന്നെ അടുത്ത നോക്കാം എന്ന് വിചാരിക്കും. അടുത്തയിലേക്ക് പോകും. ഇതേപോലെ 2 ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പറയും, ഇവർ പോരട്ടോ, ഈ അക്കാദമി ശരിയല്ല, ഞാൻ ഒഴിവാക്കണം. കുറ്റമായിരിക്കുക അക്കാദമിക്ക്, ക്ലാസ് എടുക്കുന്ന ആൾക്ക്, കോർഡിനേറ്റർക്ക്, ടീച്ചർക്ക്, എല്ലാവർക്കും കുറ്റം. നമ്മളോ മാഷാ അല്ലാ ഞാൻ നല്ല ഉഷാറാണ്. ഇതാണ് നമ്മളെ പ്രശ്നം ഉണ്ടാകുക. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഇപ്പോഴത്തെ കുറേ കാലം ഇതിങ്ങനെ എടുത്തത് കൊണ്ടാണ് പറയണത്. 1.5 കൊല്ലമായി ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അവിടെ നമുക്ക് ഇയാൾ പങ്കെടുത്തിട്ട് നമുക്ക് എന്താ കിട്ടിയത്? എല്ലാവരോടും പിന്നെ പറയുക, ഈ ഒരു അക്കാദമി ശരിയല്ല, എടുക്കുന്ന ആൾ ശരിയല്ല, പഠിപ്പിക്കുന്ന ആൾ ശരിയല്ല, ടീച്ചേഴ്സ് ശരിയല്ല, കോർഡിനേറ്റർ ശരിയല്ല, അവരൊന്നും മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരാണ്. ഇത്രയും സമയം ഒരുക്ക് കൊടുത്തിട്ട് പിന്നെയും പറച്ചിലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇടക്കിടക്ക് പറയണം, നമ്മളോട് പറയണം. ഇത് ഞാൻ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അവിടെ നമ്മൾ ഈ സന്നദ്ധരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇരുത്തം
ഇതിപ്പോൾ ഒരു ദീനിയായ സദസ്സാണല്ലോ. നിങ്ങളിങ്ങനെ ഒരു പിന്നെ കടക്കിൽ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന രൂപമാണെങ്കിൽ നിങ്ങൾ സത്യത്തിൽ സന്നദ്ധരായിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അള്ളാൻ്റെ ദീനാണ് നമ്മൾ പഠിക്കണത്. അപ്പം നിങ്ങൾ ഖുർആൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അതേപോലെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോഴൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്തുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുമെങ്കിൽ പിന്നെ നല്ല വേഷം ധരിച്ച് ഒതു എടുത്തുകൊണ്ടിരിക്കണം. എന്താ ഖുർആനാണ് നമ്മൾ പഠിക്കണത്, ഖുർആനാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയെ പോലുള്ള ആളുകൾ എന്താ ചെയ്യാന്നറിയോ? പോയി വുളു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെയാണ് അതിൻ്റെ മറുപടി കൊടുക്കുക. ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുക. എന്താ പത്രം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, അതെ നബിൻ്റെ വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് പറയുമ്പോൾ അതിനൊരു ഹുർമത്തുണ്ട്, ഒരു പവിത്രത ഉണ്ട്. അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ മറ്റുള്ളവരെ പോലെ മറ്റുള്ള ആൾക്കാർ പറയുന്ന പോലെ പറയാൻ പറ്റൂല. നമ്മുടെ മുൻഗാമികളാ. ഏയ് നബിന്റെ വാക്കിന് അവർ ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഖുർആന്റെ വാക്കിന് എത്ര, അള്ളാന്റെ വാക്കിന് എത്ര പ്രാധാന്യം കൊടുക്കണം? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇരുത്തം, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കടന്നിട്ടൊക്കെ ഒരു 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 പിന്നെ ഒരു അലസതമായിട്ടുള്ളത് പറ്റൂല. നമ്മുടെ മുൻഗാമികൾ തന്നെ ചില ആളുകളുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അവർ രോഗിയായിട്ട് കിടക്കണം. അപ്പോൾ അവിടത്തേക്ക് ചില ആളുകൾ ചില സംശയങ്ങളുമായിട്ട് വരികയാണ് രോഗിയായിട്ട് കിടക്കുമ്പോൾ. സംശയം എന്താണ്? കടന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരു ഉത്തരം. പക്ഷേ ഓരെന്ത് വെച്ചാൽ മറ്റുള്ളവർ എന്നെ പിടിച്ച് പിടിക്കുന്നു പറയും. എന്നിട്ട് പിടിച്ച് നീപ്പിച്ച് ഇരുത്തിയിട്ട് എന്ത് ചെയ്യും? ഒരു പിന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കും, ഹദീത്ത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ കിടക്കുക ചെയ്യുക. അപ്പോൾ ഓരോട് ചോദിക്കണം, എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിൻ്റെ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഞാൻ കിടന്നുകൊണ്ട് പറയേ, അത് നബിയോട് കാണിക്കുന്ന അനാദരവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മുൻഗാമികളാണ്, അവരത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം നബിൻ്റെ ഹദീസിന്, നബിൻ്റെ വാചകത്തിന് അത്ര പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിടന്നിട്ടൊക്കെ ഇങ്ങനെ ഖുർആൻ കേൾക്കുക, ക്ലാസ് ഇങ്ങനെ കിടന്നിട്ടൊക്കെ കേൾക്കുക, അതൊന്നും ശരിയല്ല പ്രിയപ്പെട്ടവരെ. അത് ഹറാമാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതിനൊരു ഒരു ഒരു എന്താണ്, ഖുർആനിന് കൊടുക്കുന്ന ഒരു പവിത്രത ഉണ്ടല്ലോ, അതിനൊരു ഗൗരവം ഉണ്ടല്ലോ. ആ ഗൗരവം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവണം. നമ്മൾ എഴുത്തും വായനയൊക്കെ എന്നാൽ നമ്മൾ കേൾക്കുകയാണ്, വെറുതെ ഒന്നിങ്ങനെ ദീനിയായിട്ട് കേൾക്കുകയാണ്. പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പഠിക്കുന്ന കാര്യവും എന്ത് ചെയ്യണം? ആ രൂപത്തിൽ തന്നെ നമ്മൾ ഒരു പിന്നെ നോട്ട്ബുക്കൊക്കെ എടുത്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു നോട്ട് ഉണ്ടാവണം, ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം, ഒരു ഡയറിയോ നോട്ട്ബുക്ക് എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ, രണ്ടാളും കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ, രണ്ടു പേർക്കും എന്ത് ചെയ്യണം? നോട്ട് ഉണ്ടാവണം. അത് ഇപ്പുറത്തുനിന്ന് ഭർത്താവ് അപ്പുറത്തുനിന്ന് ഭാര്യ അങ്ങനെ ഒന്നും ചെയ്താൻ പറ്റില്ല. ഇല്ല, അതേപോലെ തന്നെ അതിൽ തന്നെ ഉണ്ടായി എല്ലാ കാര്യവും ഉണ്ടാവും. മറ്റേ പലചരക്ക് കണക്കിൻ്റെ ഇതിൻ്റെ കണക്കുള്ളത്, മറ്റേ കുട്ടികളെ കണക്കുള്ളത്, കുട്ടികൾ വരഞ്ഞ ചിത്രങ്ങളൊക്കെ അതിൽ. അങ്ങനത്തെ ഒരു അവസ്ഥ അതിലുണ്ടാവരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. കാരണം അത് പഠിക്കാനുള്ളതാണ്, നമുക്ക് പിന്നീടും ഉപകാരപ്പെടണം. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെയും നമ്മൾ ഒരു 1-2 കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് വായിച്ചു നോക്കിയാലും നോട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതിന് വിജ്ഞാനങ്ങൾ നുകരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എഴുതി വെക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നെ സന്നദ്ധമാകുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്താണെന്നറിയോ? നമുക്കൊരു ഷെഡ്യൂളിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ളത് എന്ത് ചെയ്യണം? ഒരു ഷെഡ്യൂളിംഗ് ഉണ്ടാവണം. നമ്മൾ എപ്പോഴാണ് ഇത് കേൾക്കുക? ഇന്ന ടൈം, രാവിലെ സുബഹി കഴിഞ്ഞാൽ ഇന്നൊരു സമയം, അല്ലെങ്കിൽ രാത്രി ഇശായിന് ശേഷം ഇന്നൊരു സമയം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാനും ഇരുന്ന് പഠിക്കും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? ഞങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ടൈമാണ്. നമ്മൾ ഇന്ന ടൈം എന്ന് പറയില്ല, ഓരോരുത്തർക്കും ഓരോ ടൈമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് നൽകാം, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് നൽകും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു രൂപം, നമ്മുടെ ഒരു ടൈം നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അതിനായിട്ട് പഠിച്ചോന് 24 മണിക്കൂറിന് ശേഷം 25ാമത്തെ മണിക്കൂർ ഇതാ എനിക്ക് സൂറത്ത് ബക്കറ പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് തരൂല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള സമയത്തെ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ഒരുമിച്ച് ഇരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കേൾക്കുക, എന്നിട്ട് പിന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ കേൾക്കുക. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി ഞാനത് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം മാത്രം, ഒറ്റ കാര്യം മാത്രം, ഈ വിഷയത്തിൽ ഒറ്റ കാര്യം കേട്ടോ. എന്താണെന്നറിയോ? നിർത്താനേ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് നിർത്താൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. ഉണ്ട്. ഭർത്താവ് കാരനാണ്, കുട്ടി കാരനാണ്, കല്യാണം കാരനാണ്, വീട് കാരനാണ്, യാത്ര കാരനാണ്, രോഗം കാരനാണ്, ഒക്കെ കാരണങ്ങളാണ്. നിർത്താൻ ഒരുപാട് കാരണമുണ്ട്. പക്ഷേ തുടരാൻ, തുടർന്നു പോകാൻ ഒരൊറ്റ കാരണമുള്ളൂ, ഒറ്റ കാരണം.
അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകുക. കാരണം അതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ നമ്മളെ ശൈത്താൻ പിടിക്കണതിന്റെ തെളിവ് അങ്ങോട്ട് പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വരികയാണെങ്കിലും ആദ്യം നമ്മുടെ മനസ്സിൽ ചെയ്തിട്ടരുത് അത് ആ ക്ലാസ്സിന് പോകണോണ്ടാണ്, ആ ക്ലാസ് കേൾക്കണോണ്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇത് കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം അതാണ് അല്ലേ. നിങ്ങളെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് പറയാൻ എന്താണെന്നറിയോ, ആ കോഴ്സിന് ചേർന്നിട്ട് ഫുള്ള് ആ ക്ലാസ്സും കേട്ടിരുന്ന് ബക്കറിയും പഠിച്ചിരിക്കണം, വേറെ ഒന്നും നോക്കണില്ല. യാത്രക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം പറയാം അതാവോ എപ്പോഴും ആ ബക്കറിയും പഠിച്ചിരിക്കണം അറിയും. നമ്മളെ മനസ്സിൽ തന്നെ ചെയ്തിട്ട് തരും ഇതാ കാരണം, ഇതാ കാരണം. എല്ലാത്തിനും കാരണം എന്തായിരിക്കും? ഖുർആൻ പഠനക്കാരം. കാരണം ഇത് നിർത്തിക്കഴിഞ്ഞാൽ ചെയ്താൻ എന്ത് ചെയ്തു? സമാധാനമായി. കാരണം ഓൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കണത്, അള്ളാഹിൻ്റെ കഴിവുകളെ നമ്മൾ പഠിക്കണത്, അള്ളാഹിൻ്റെ കലാമായി നമ്മൾ പഠിക്കണത്. അപ്പോൾ അതില്ലാതെയാകാൻ വേണ്ടിയിട്ട് ശൈത്താൻ കഠിനമായി പരിശ്രമിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാം, ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് വരും. ഇതിങ്ങോട്ട് ഒഴിവായി കെട്ടിയാൽ സമാധാനം എന്ന് വിചാരിക്കാം. അങ്ങനെ ശൈത്താൻ നമ്മളെ മുന്നിൽ കിട്ടെ. തുടക്കത്തിൽ നമുക്ക് തോന്നും ശരിയാണ്, ഇതുകൊണ്ട് ഒഴിവായപ്പോൾ സമാധാനമായി. നിൽക്കൂല. കാരണം എന്താണെന്നറിയോ, അത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഇട്ടതാണ്. നമ്മൾ നിർത്തുവോ അതോ തുടരുമോ? ഞാൻ വീണ്ടും പറയുന്നു, അത് ഈ കോഴ്സിനെ കുറിച്ച് ഇത് സംഭവമാണ്, ഇത് പിന്നെ എന്താണ്, ഇത് പഠിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവുക, ഇതൊന്നല്ല പറയണത്. കോഴ്സിൻ്റെ കാര്യമല്ല പറയണത്, ദീനിൻ്റെ കാര്യം പറയണത്. ദീനി പഠനത്തിൻ്റെ വിഷയം പറയണത്. നിങ്ങൾ ദീനി പഠനം മുന്നോട്ട് പോകുകയാണോ, ആദ്യം ശൈത്താൻ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പ്രശ്നമാണോ, അത് ബക്കറ പഠിക്കലാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കലാണ്, അതാ പ്രശ്നം. കുട്ടികൾക്ക് മാർക്ക് പറഞ്ഞാൽ അത് ഇതാ പ്രശ്നം. കുട്ടികൾ കുറച്ചൊന്ന് വൃത്തി കുറഞ്ഞാൽ അത് ഇതാ പ്രശ്നം. വീട്ടിൽ കുറച്ച് ചുമരുമ്പോൾ അങ്ങനെ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇതാ പ്രശ്നം. അമ്മായിമ്മമാരോട് നമ്മൾ അത് ഓള് ഫുൾ ടൈം ഖുറാനാണ്, അമ്മായിമ്മ ഖുറാനാണ്, ഇത് ഫുള്ള് ഇതാണ്. ആ കുടുംബക്കാർ വരുമ്പോൾ എങ്ങനെയാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കാറ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടൈം, ഇത് ഇന്ന ടൈമാണ്. നിങ്ങൾക്ക് ഭർത്താവിനോട് പറയാം, ഭാര്യനോട് പറയാം, ഞാൻ ഇന്ന ടൈം, ഇന്ന ദിവസത്തിൽ ഇന്ന എത്ര ടൈം ഞാൻ അത് ഇതിനു വേണ്ടി മാറ്റിയേക്കണം, ആ സമയത്തിൻ്റെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് പറയാം. കാരണം എന്താ, നമ്മൾ ഖുർആനെ പഠിക്കണം, അള്ളാന്റെ കലാമ പഠിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് പോയാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും പറയണത് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെ നമ്മളൊന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവണം. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി വളരെ സിമ്പിളായിട്ട് പറയാം. ഇനി നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 8 ക്ലാസ്സുകൾ എല്ലാവരും കേട്ടോ? എന്താണ് എല്ലാവരുടെയും അവസ്ഥ? 8 ക്ലാസ്സുകളും കേട്ടോ എല്ലാവരും? കേട്ടോ പറയും. കേട്ടോ ആൾക്കാരുണ്ടോ? സന, പിന്നെ ഹുദ, ബജീല, നസ്റിൻ, ഓക്കെ, ഷമീമ, സജിന, ഓക്കെ, നിഷിത, ഫാത്തിമ, ഓക്കെ, മാഷാ അല്ലാ, കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇനി കേൾക്കാത്തവരുണ്ടോ? 7 ക്ലാസ് കേട്ടു അല്ലേ? ഓക്കെ. ജിലിൽക്ക് എന്താ വിശേഷം? റാത്തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ബറക്കല്ലാഹു ഫീക്ക്. പിന്നെ ജമീന കേട്ടു, നെസ്ലി കേട്ടു, പിന്നെ റഷീദ, ഓക്കെ, ബാസിം 7, ഓക്കെ, ജമീന. അപ്പോൾ ഓക്കെ, കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അൽഹംദുലില്ലാഹ് കേട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാരും കൂടി കേൾക്കാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യണം? കേൾക്കണം. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ രൂപ പറഞ്ഞു തരുന്നത് 9ാമത്തെ ക്ലാസ് മുതൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ടീച്ചറെ വെച്ച് തരും. നേരെ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു ടീച്ചറെ വെച്ച് തരും. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പുരുഷനായിരിക്കും, സ്ത്രീകൾക്ക് പിന്നെ ലേഡി തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10 ആളുകളുള്ള ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പ് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഓരോ ടീച്ചറും വെച്ച് തരും. ഇനി നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടും. ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇല്ല, ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഇന്ന് ക്ലാസ് കഴിഞ്ഞു. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പറ്റുന്നുണ്ടെങ്കിൽ നാളെ അയക്കാം, അല്ലെങ്കിൽ പിന്നെ വ്യാഴാഴ്ച അയക്കും. അപ്പോൾ അതിൽ സൂറത്തു ബക്കറയുടെ ഫളലുകളാണ്. ശരിക്ക് നിങ്ങൾ ആ ഒറ്റ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യൂല, ഇതെനിക്ക് ഒഴിവാക്കണ്ടെന്ന് പറയും. സൂറത്തു ബക്കറിൻ്റെ ഫളലുകൾ, നമ്മളൊക്കെ ബറക്കത്ത് വേണം എന്ന് പറയും. എവിടുന്ന ബറക്കത്ത്? കുട്ടിക്ക് ബറക്കത്തെന്ന് പേരിട്ടുകൊണ്ട് വീട്ടിൽ ബറക്കത്തുണ്ടാവും, കുട്ടി ഉണ്ടാകും, പക്ഷെ ബറക്കത്ത് ഉണ്ടാവില്ല. എന്നാൽ എങ്ങനെയാണ് ബറക്കത്ത് ഉണ്ടാകുക? ഈ സൂറത്തു ബക്കറിൻ്റെ ഒരു ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പോണ്ടല്ലോ, നമ്മളെ വീട്ടിൽ എന്നും നമ്മൾ ഓതും. അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്, സൂറത്തു ബക്കറ എല്ലാ ദിവസവും വീട്ടിൽ ഓതണം എന്ന് പറയാൻ കാരണം.
അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആയത്തുകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ ഉണ്ടാകുക എന്താ വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ കുറച്ച് വേഗത്തിലാണ് പോവുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചൊല്ലി പഠിച്ച് ശീലമുള്ളതാണ് എന്ത് ചെയ്യണത്, തുടക്കത്തിലെ കുറച്ച് ആയത്തുകൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ ചൊല്ലാൻ കഴിയുന്ന ആൾക്കാരെല്ലാവരും. എന്നാൽ ഒരു 220ാമത്തെ ആയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ കിട്ടൂല. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് വേഗത്തിലാണ് പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് നിങ്ങൾക്ക് ടീച്ചർ ചൊല്ലിത്തരും. ടീച്ചർ കൃത്യമായി അവർക്ക് നിർദ്ദേശങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ പോവുക. പിന്നെ വ്യാഴാഴ്ച ആയിരിക്കും, വ്യാഴം, വെള്ളി, ശനി ഉണ്ടാകും. ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ല ഒരാഴ്ചയിൽ ഒരു 4, 5 ചിലപ്പോൾ 6 ആയത്തുകൾ പഠിക്കും തുടക്കത്തിൽ കേട്ടോ. പക്ഷെ കുറച്ചാണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എണ്ണം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത ആയത്തുകളാകും, കുറച്ച് പിന്നെ വലിയ വലിയ ആയത്തുകൾ വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ എണ്ണം കുറച്ചിട്ട് വിശദീകരണം കൂട്ടിയിട്ടാണ് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ടീച്ചർ നിങ്ങൾ ആദ്യം നിങ്ങൾ ആ പ്രസംഗം അല്ലെങ്കിൽ ക്ലാസ് കേൾക്കും. ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് 1, 2, 3, 4, 5 തവണ എന്ത് ചെയ്യും, അത് ഓതി തരുന്നുണ്ട്. ആദ്യം ഒരു വട്ടം ഓതും, പിന്നെ വീണ്ടും ഒരു വട്ടം ഓതും, പിന്നെ നിങ്ങളെ കൊണ്ട് ഓതിപ്പിക്കും, പിന്നെ ആയത്ത് ഡിവൈഡ് ചെയ്ത് പറയും, പിന്നെ വീണ്ടും എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരും, ലാസ്റ്റ് വീണ്ടും ഒന്ന് ഓതും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 4-5 തവണ ആ ക്ലാസ്സിൽ തന്നെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടീച്ചർ ആ ക്ലാസ് നിങ്ങൾക്ക് അയക്കുന്നതോടുകൂടി തന്നെ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ആയത്തൊന്ന് ഓതിത്തരും. ആ ആയത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകളടക്കം നമ്മുടെ ക്ലാസ്സിലുണ്ടാകും, ടീച്ചറും അത് പറയും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് തിരിച്ചു ഓതി കൊടുക്കുക. ആ ഓത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതും തിരുത്തി തന്നിട്ട് വീണ്ടും നിങ്ങളോട് ഓതാൻ വേണ്ടി പറയും. ഇത് കേൾക്കും, ഞാനെങ്ങനെ ഇത് ഓതുക, പടച്ചോനെ ഞാനല്ല കേട്ടോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിവാകാണ്. അങ്ങനെ പറയാൻ പോകുന്നവരോട് ആദ്യം പറഞ്ഞുതരാം, നിങ്ങളൊരു ബേജാറും വേണ്ട. ആകെ 10 ആളാണ് ഉണ്ടാകുക, ആ 10 ആളെ മുന്നിലാണ് നിങ്ങൾ ഓതേണ്ടത്. ഇനി നിങ്ങൾക്ക് പിന്നെ ടീച്ചർ വേണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം, എങ്കിൽ നിങ്ങൾ അതൊന്ന് ഒഴിവാക്കി തരും. നിങ്ങൾക്ക് ടീച്ചർ ഉണ്ടാവില്ല, നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഇരുന്ന് ഓതുക. നമ്മൾ പിന്നാലെ കൂടില്ല, മനസ്സിലാവുന്നുണ്ട്, പിന്നാലെ കൂടില്ല. എന്നാൽ നിങ്ങൾക്ക് മനപ്പാടാക്കണോ, നിങ്ങൾക്കിത് ചൊല്ലണം, ഒരാൾക്ക് ചൊല്ലി കൊടുക്കുമ്പോഴാണ് എനിക്കിത് ക്ലിയർ ആവുക, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടീച്ചർ ഉണ്ടാവുക ചെയ്യും. അതിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ഫീസ് കൂടുകയോ കുറയൊന്നുമില്ല, അതങ്ങനെ തന്നെ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമില്ല എന്നത് നമ്മളിപ്പോൾ ഗ്രൂപ്പിലിടും കേട്ടോ, ആർക്കൊക്കെ ആവശ്യമുണ്ട് ആവശ്യമില്ല എന്നുള്ളത്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി തരും. ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് നിങ്ങളെ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. എന്നിട്ട് ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓതി തരും ചെയ്യും. ഒരു നല്ല എക്സ്പേർട്ടാണ് ഇപ്പോൾ കാര്യങ്ങളായിട്ട് ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് പോവുക. അപ്പോൾ അത് ഓതി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല തെറ്റും ഉണ്ടെങ്കിൽ ആ തെറ്റ് അവർ തിരുത്തി തരും, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ആ ഓതി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പിന്നെ എനിക്ക് ഇത് കാണാതെ ഓതാൻ കഴിയൂല. നമ്മൾ വീണ്ടും പറയുന്നു, കാണാതെ ഓതലാണ് ഏറ്റവും ഹൈർ. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ, നിങ്ങൾക്ക് എളുപ്പമാക്കി കിട്ടും. ഇനി അങ്ങനെ കഴിയൂലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കി ഓതണമെങ്കിൽ ഓതാം, കുഴപ്പമില്ല. നോക്കി ഓതണമെങ്കിൽ ഓതാം. കാണാതെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കള്ളത്തരം കാണിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ഓതിക്കോ, കുഴപ്പമില്ല. പക്ഷെ കാണാതെ പഠിക്കണം എന്നാണ് നമ്മൾ പറയുക. കാരണം എപ്പോഴേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കും. അല്ല നമ്മളിങ്ങനെ ഇളവുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഉപ്പ് നോക്കിക്കഴിഞ്ഞ് പിന്നെ കാണാൻ പഠിക്കാൻ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ എല്ലാവരും കാണാതെ തന്നെ മനപ്പാടമാക്കി ഹിഫ്ളാക്കിയിട്ട് തന്നെ പോവുക. അങ്ങനെ കഴിയാത്തവർക്ക് മാത്രമാണ് എന്ത് ചെയ്യണത്, നോക്കിയിട്ടെങ്കിലും നിങ്ങൾ ഓത എന്ന് പറയണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രൂപമാണ് ആദ്യത്തെ 6 ദിവസം ഉണ്ടാവുക. പിന്നെ ഞായറാഴ്ച നിങ്ങളെ പെയറുകളാക്കുക. അഥവാ നിങ്ങൾ 10 ആളുണ്ടെങ്കിൽ 5 ഗ്രൂപ്പുകളാക്കും. എന്നിട്ട് ഫാത്തിമ എന്ന് പറഞ്ഞ ആൾ, ആയിഷ എന്ന് പറഞ്ഞ ആൾ, ഞാൻ ഒരു ഉദാഹരണം കേട്ടോ പറയണത്. ഫാത്തിമ ആയിഷക്ക് ഓതി കൊടുക്കുക, ആയിഷ ഫാത്തിമക്ക് ഓതി കൊടുക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ കഴിയുന്നതും നിങ്ങൾ പിന്നെ ലൈവായിട്ട് ഓതി കൊടുക്കുക. വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് തൊട്ടടുത്ത വീടെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി ഓതി കൊടുക്കുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ കോളിലൂടെ വെക്കുക. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇസ്ലാമിക വേഷം ധരിച്ചു എന്നുള്ളത് 2 പേരും ഉറപ്പ് വരുത്തണം. കാരണം അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല, ഈ ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണോ, നിങ്ങൾക്ക് അങ്ങനെ ഓതാൻ ബുദ്ധിമുട്ടാണോ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയോ കോൾ ചെയ്താൽ മതി. അതിനും പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ വോയിസ് അയക്കുക. അതിനും പറ്റാത്തവർ വേണ്ട. അതിന് പറ്റാത്തവർ പിന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ വേറെ പിന്നെ ഇതിന് പറ്റൂല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നേർക്ക് നേരെ ഓതി കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ഓതി കൊടുക്കുക, അതല്ലെങ്കിൽ വോയിസ് കോളിലൂടെ ഓതി കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വോയിസ് ആയിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടീച്ചേഴ്സ് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരും. അതനുസരിച്ച് കൊണ്ട് നിങ്ങൾ പോയാൽ മതി. ആർക്കെങ്കിലും ടീച്ചർ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തോളാം, ഞാനിങ്ങനെ എനിക്ക് അങ്ങനെ പിന്നെ ഇഫ്ലിനൊന്നും താല്പര്യമല്ല, എനിക്കിങ്ങനെ അതിൻ്റെ അർത്ഥവും ആയത്തൊക്കെ പഠിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒന്നുകിൽ നേരത്തെ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല, ഞാനിങ്ങനെ അർത്ഥം മാത്രം പഠിച്ചു പോകുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം പഠിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ 2 രൂപത്തിലാക്കാം. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും അത്യാവശ്യ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനൊന്ന് മൈക്കൊന്ന് ഓണാക്കി തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറ്റും. മൈക്ക് ഓണാണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഹിഫ്ളാക്കേണ്ട രീതികൾ അങ്ങനത്തെ പറഞ്ഞുതരാൻ പറ്റുമോ? എത്ര പ്രാവശ്യം ഓതുക, അങ്ങനെ എത്ര അത് പ്രാവശ്യം ഓതിയാലാണോ? ക്ലാസ് ആ, തരും. ശരി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എനിക്കെന്തായാലും ടീച്ചർ വേണം. അല്ല, നമ്മൾ ഗ്രൂപ്പിൽ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്റെ പെങ്ങളുണ്ട്, നമ്മള് പിന്നെ ഒന്നിലാവുമ്പോ നമ്മൾക്ക് പരസ്പരം ഓതി കൊടുക്കാലോ. പെങ്ങള് ഷാഹിദ മെഞ്ഞാന്ന് ജോയിൻ ചേർന്നതാ. ഷാഹിദ മകൻ. ഓക്കെ ഷാഹിദ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, എന്നാ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം. സജദയുടെ ആയത്ത് എന്നും ഓതുമ്പോൾ ചോദ്യം എന്താ മനസ്സിലായില്ല. പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാ സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ എല്ലാ എപ്പോ ചെല്ലുമ്പോഴും കൊണ്ടിരിക്കണം. നമ്മൾ ഈ സൂറ അലക്കിലെ ലാസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, എപ്പോഴും സുജൂദ് ചെയ്യണം. നമ്മള് ഓൾറെഡി ചൊല്ലിക്കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ മനപ്പാടമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ. മനപ്പാടമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണത്, വേറൊന്നുമല്ല. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. പിന്നെ ബാക്കിയുള്ള ആളുകൾ ക്ലാസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനപ്പാടമാക്കാൻ അല്ലെ ക്ലാസ്സുകൾ നോട്ട് ചെയ്ത് പോവുക, ആവശ്യമുള്ളത് നോട്ട് ചെയ്യുക, പിന്നെ പഠിക്കാനുള്ളത് പഠിക്കുക. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിയായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബിൽ ആലമീൻ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഫീസ് അടച്ച് റിസീവറിന്റെ ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ. ഞാൻ ഈ മാസം അടച്ചിന്. ഇവർക്ക് അയച്ചു കൊടുക്കണം, നമ്മൾ കോർഡിനേറ്റർക്ക് അയച്ചു കൊടുത്താൽ മതി. അവർ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് പിന്നെ ഒന്നും റിപ്ലൈ ഒന്നും കണ്ടില്ല. റിസീവർ ഞാൻ ഏപ്രിലത്തെ അടച്ചിന്, ഇന്ന് രാവിലെ അടച്ചത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.